നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത 576th day. Today Pradhama Skanda 3rd chapter 13th ശ്ലോകം. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 576 ദിവസം. ഇന്ന് പ്രഥമ സ്കന്ധത്തിലെ 3-ാം അധ്യായത്തിലെ 13-ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പ്രധാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമ സ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 13-ാമത്തെ ശ്ലോകം. അഷ്ടമേ മേരുദേവ്യാം തു നാഭിജാതേ ഉരുക്രമ, ദർശയൻ വർമ്മധീരാണാം സർവാശ്രമനമസ്കൃതം. അഷ്ടമേ മേരുദേവ്യാം തു നാഭിജാത ഉരുക്രമ, ദർശയൻ വർമ്മധീരാണാം സർവാശ്രമനമസ്കൃതം. ഓം തത്സത്. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. അഷ്ടമേ മേരുദേവ്യാം തു നാഭേ ജാതഃ ഉരുക്രമ, ദർശയൻ വർമ്മ ധീരാണാം സർവ ആശ്രമ നമസ്കൃതം. സർവാശ്രമ നമസ്കൃതം ഒരേ ഒരു പദമായിട്ടാണ് ഉള്ളത്. അഷ്ടമേ എന്ന് പറഞ്ഞാൽ 8-ാമത്തേതിൽ, നാഭേ നാഭിയുടെ ഭാര്യയായ, നാഭിയുടെ ഭാര്യയായ മേരുദേവ്യാം മേരുദേവിയിൽ ജാതഃ അവതരിച്ചു. ഉരുക്രമ ഭഗവാൻ സർവാശ്രമ നമസ്കൃതം എല്ലാ ആശ്രമങ്ങളാലും നമസ്കരിക്കപ്പെടുന്ന. വർമ്മ എന്ന് പറഞ്ഞാൽ മാർഗത്തെ. ധീരാണാം എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർക്ക്. ദർശയൻ കാണിക്കുന്നവനായിരുന്നു. അതായത് 8-ാമത്തേതായിട്ടുള്ള ഭഗവാന്റെ അവതാരമാണ് ഇവിടെ വർണ്ണിക്കുന്നത്. 8-ാമത്തേതായിട്ട് ഭഗവാൻ ആഗ്നീന്ദ്രപുത്രനായിട്ടുള്ള നാഭിയുടെ ഭാര്യയായ മേരുദേവിയിൽ ഋഷഭൻ എന്നു പേരോട് കൂടിയിട്ടുള്ള ഭഗവാന്റെ അവതാരമായിട്ട് അവതരിച്ചു. പഞ്ചമസ്കന്ധത്തിലാണ് ഋഷഭാവതാരത്തെക്കുറിച്ച് ഭാഗവതത്തിൽ പറയുന്നത്. സകല ആശ്രമങ്ങളിലുള്ളവർക്കും മാതൃകയായിട്ട് അവർ നമസ്കരിക്കുവാൻ ഉതകുന്നതായിട്ടുള്ള അവസാനത്തേതായിട്ടുള്ള പരമഹംസന്മാരുടെ ധർമ്മം ഭഗവാൻ തൻ്റെ ജീവിതത്തിലുള്ള അനുഷ്ഠാനത്തോടുകൂടി അവർക്കൊക്കെ കാട്ടിക്കൊടുത്തു. നാഭിചരിതം ഭാഗവതം അറിയുന്നവർക്ക് അറിയാവുന്നതാണ്. അദ്ദേഹം വളരെ പണ്ഡിതനായിരുന്നു. തൻ്റെ പുത്രന്മാർക്കൊക്കെ ഉപദേശങ്ങൾ നൽകി ഒടുവിൽ കാട്ടിലൊക്കെ അലഞ്ഞു നടന്ന് പരമഹംസഗതിയെ പ്രാപിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ ചരിത്രമാണ് ഇവിടെ ഈ ഒരു ശ്ലോകത്തിലായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. 8-ാമത്തെ അവതാരമായിട്ടാണ് ശൗനകാദികൾക്ക് സൂതൻ ഈ കഥ പറഞ്ഞു. 8-ാമത്തെ അവതാരമായിട്ട് അഗ്നീന്ദ്രൻ്റെ പുത്രിയായ മേരുദേവിയിൽ ആഗ്നീന്ദ്രപുത്രിയുടെ നാഭിയുടെ ഭാര്യയായ മേരുദേവിയിൽ നാഭിക്കും മേരുദേവിക്കും കൂടി ഋഷഭൻ നിന്ന് ഈ പുത്രൻ ജനിച്ചു. ഈ പുത്രൻ സർവ്വ ആശ്രമങ്ങളിലുള്ളവർക്കും മാതൃകയായിട്ടുള്ള ഒരു ജന്മമായിരുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞു തരുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. അഷ്ടമേ മേരുദേവ്യാം തു നാഭേ ജാത ഉരുക്രമ, ദർശയൻ വർമ്മധീരാണാം സർവാശ്രമ നമസ്കൃതം. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു for watching. All the best.
ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ഐരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.